ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്കാണെങ്കിൽ ആക്സിഡൻ്റ് ആയത് മൂലമാണെങ്കിൽ 1 വർഷം കോമയായി കിടക്കുമായിരുന്നു. പിന്നെ ആണെങ്കിലും സംസാരിക്കാൻ കൊത്തലുണ്ട്. ഇപ്പോഴും സംസാരിക്കാൻ ഇച്ചിരി ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ കണ്ണ് 2 ദിവസമായിട്ടാണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ട്രാവൽ ബ്ലോഗ് ചുമ്മാ ചെയ്യാൻ, എൻ്റെ 23ാമത്തെ വയസ്സിലെ ആഗ്രഹമായിരുന്നു ഒരു ട്രാവൽ ബ്ലോഗ് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് തുടങ്ങണമെന്ന്. ഇപ്പം ആഗ്രഹമില്ല കേട്ടോ, ചെറിയൊരു കൊത്തലുണ്ട്. ഒത്തിരി ക്ഷേതമായി, എങ്കിലും ചെറിയ പക്ഷേ ഇനി എന്തായാലും ശരിയാകും. ഇപ്പോൾ 2.5 വർഷം ആവാറായി. എന്തായാലും ഡോക്ടർ പറഞ്ഞാൽ 3 വർഷത്തോളം കോമയൊക്കെയെന്ന് പറഞ്ഞു. പക്ഷേങ്കിലും നമ്മൾ 1 വർഷമായപ്പം കോമയിൽ നിന്ന് എണീച്ചു. പക്ഷേങ്കിൽ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഒരു 6 മാസമായപ്പോഴേ ആയെന്ന് പറയുന്നു. വീട്ടുകാരൊക്കെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞാലും ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പറയുന്നത്. പക്ഷേങ്കിലും എനിക്കതൊന്നും ഓർമ്മയില്ല. ആശുപത്രി കിടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പോഴാണെങ്കിലും ഫസ്റ്റ് ഒരു ട്രാവൽ ബ്ലോഗ് എന്ന് വെച്ചാൽ എനിക്ക് ജോലി 3D ആനിമേഷൻ ഞാൻ ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടിയിരുന്നില്ല പക്ഷേങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജോലിയും ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേന് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള ഇതിലാണ് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോഴാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗ് എന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ എൻ്റെ അളിയനാണെങ്കിൽ ഒരു പേര് വാങ്ങിച്ചു. അപ്പോൾ ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്നാൽ ഞങ്ങളെല്ലാം കൂടെ ഒരു ട്രാവൽ ചെയ്യാമെന്ന് വെച്ചു. അന്നേരം അണിയൻ പുതിയൊരു തേര് മേടിച്ചതിൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ പിന്നെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് എനിക്കന്ന് എണീച്ച് നടക്കാനാവില്ലായിരുന്നു. എങ്കിലും റൂമിനകത്തിരുന്ന് ഞാനിപ്പം ഈ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട്, സ്റ്റോറി ലൈബ്രറി ആണെങ്കിൽ ചെയ്യുന്നുണ്ട്. സംസാരിക്കാൻ പറ്റില്ലെങ്കിലും പിന്നെ ഉത്സവ കാഴ്ചകളാണെങ്കിലും ശബ്ദം അതെല്ലാം ഈ വോയിസ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഗൂഗിൾ വോയിസിൻ്റെ സഹായത്തോടെ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് വോയിസ് ആക്കിയായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരുമാതിരി ഓക്കെ. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മിറാക്കിളുണ്ടായി കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് പരസഹായമില്ലാതെ നടക്കാൻ പറ്റില്ലായിരുന്നേ. പക്ഷേ ഇവിടെ വന്നിറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ വലത്തേക്കാല് വെച്ച് ഇറങ്ങിയും തൊട്ടാണെങ്കിൽ സ്റ്റിക്കില്ലാതെയും ഒരു സ്റ്റിക്ക് ഞാൻ കൈവച്ചേക്കാം ചുമ്മാ. അത് മറ്റേ കുത്താൻ വേണ്ടിയല്ല, എങ്കിലും വീഴുമെന്നൊരു ഭയമാണ് കേട്ടോ. അപ്പോഴാണെങ്കിലും ഒന്നല്ലെങ്കിൽ പപ്പൻ ഞാൻ വിളിക്കുന്നത് പപ്പയാണ്. പപ്പൻ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോഴാണെങ്കിൽ പുള്ളിക്കാരനായിരുന്നു. ഞാനിങ്ങനെ നിൽക്കുക, എൻ്റെ കൂടെ ഞാൻ തോളെ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന സമയത്താണെങ്കിൽ എനിക്ക് പരസഹായമില്ലാതെ സ്റ്റിക്ക് വേണ്ട ഒന്നുമില്ലാതെ എനിക്ക് നടക്കാൻ സാധിച്ചു. ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നെ കാണിച്ചിരുന്നു വേണ്ട, ഇതാണ് ഞാൻ. എൻ്റെ പേര് ജിലോ രാജൻ എന്നാണ്. അത് ഒറിജിനൽ നെയിമാണ്. ചിപ്പി എന്നാണ് വിളിക്കുക. നാട്ടിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എല്ലാം ചിപ്പി എന്നാണ് വിളിക്കുക. അപ്പം ജിലോ രാജൻ ജിലോ എന്നുള്ള പേരും നാട്ടിലുള്ളവർക്കും ചുരുക്കം പേർക്ക് അറിയത്തില്ല. പലർക്കും പേർക്കും അറിയത്തില്ല. പിന്നെ 1-2 പേർക്ക് അറിയാതിരിക്കണം. എല്ലാവരും ചിപ്പി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോഴാണെങ്കിലും ഞാനാണെങ്കിൽ നാട്ടിലുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും എന്നെ അറിയാതിരിക്കണം. ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേനും നോക്കിയപ്പോൾ എന്താണ്ട് ഒരു പുള്ളിക്കാരൻ ഇവിടെ കിടക്കുന്നു. സത്യം പുള്ളി എന്നെ തിരിച്ച് കടിക്കാൻ എങ്ങനെ ഓടാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ അമ്പലം മുഴുവൻ കറങ്ങി കാഴ്ചകൾ മുഴുവൻ കണ്ടു. പിന്നെയാണ് പാരൻസ് വെച്ചത്. മഹാഗണപതി ഇരിക്കുന്ന അമ്പലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
കൊട്ടാരക്കര ഗണപക്ഷേത്രം കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ കാട്ടിയിൽ മേക്കാതിൽ അമ്പലമായിരുന്നു. ഇവിടെ വന്ന് വണ്ടി ഇറങ്ങിയ സമയത്താണ് കുറേ പയ്യന്മാർ നിന്ന് കളിക്കുന്നതാണ് വോളിബോൾ. അതിൽ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇറങ്ങി കളിച്ചായിരുന്നു.
ശ്രമമാണ്. എനിക്ക് നാക്കത്ര തിരിയില്ല എന്ന് വെച്ചാൽ ഒരു അപകടം പറ്റിയായിരുന്നു, ബൈക്ക് അപകടം. അതിൻ്റെ രീതിക്കാണെങ്കിൽ വയ്യാതിരിക്കായിരുന്നു. ഇപ്പോഴാണെങ്കിലും കണ്ണ് ഡ്യുവൽ സൈറ്റാണ് എങ്കിലും ആണെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഇത് ഒരു ഒബ്ജക്റ്റിനെ രണ്ടായി കാണാം. ഓക്കെ, അപ്പോഴാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഫസ്റ്റ് വ്ലോഗ് കഴിഞ്ഞ ട്രാവൽ വ്ലോഗ് ഞാൻ അത് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പം എനിക്ക് ഇതിന് ശേഷം ചെയ്യുന്നത് അതുകൊണ്ടാണ് വീട്ടിൽ ചെയ്യാവുന്ന ഗെയിം പ്ലേയും കാര്യങ്ങളും സ്റ്റോറി വർക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇപ്പോഴാണെങ്കിൽ തന്നെയും ഇപ്പം കാട്ടിൽ മേഘാല അമ്പലത്തിൽ വന്നതാണ്. അവിടെ നമ്മുടെ ഇത് എൻട്രിയാണ്. ഇതുവഴി നമ്മൾ ആദ്യം ആനയെ കാണിച്ചില്ല, ആനയെ കാണിച്ചാൽ വഴിയാണ് ഇതുവഴി ഒരു വഴിയുണ്ട്. ഓക്കെ, അന്ന് നമ്മൾ കടലിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇതിലേക്ക് വരുന്ന ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ഇവിടുത്തെ വന്നിട്ടുണ്ട്, കാരണം വെച്ചാൽ 23 വയസ്സ്. പക്ഷേ ഇപ്പോഴും നടക്കാൻ അത്ര ഒക്കില്ല. കാരണം വെച്ചാൽ എന്താ ഒരു സ്റ്റഡിയല്ല. ഓക്കെ, ഒരുമാതിരി റെഡിയായിരുന്നു. അപ്പം ഒരുമാതിരി ഓക്കെയാണ്. പക്ഷേ ഇങ്ങനെ ആൾക്കാർ നോക്കിയിട്ട് കാര്യമില്ല, ആൾക്കാർ നോക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല. കാര്യം വെച്ചാൽ ഞാനും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന പറ്റുന്ന ഒരു പ്രകൃതമല്ലല്ലോ. സൈഡിൽ വെച്ചിട്ട് നോക്കുന്നത് നോക്കട്ടെ. അപ്പം ഞാനും കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓൾറെഡി. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ചേച്ചിയുടെ കടയാണ്. ഇവിടുന്ന് ഇപ്പം നാരങ്ങോളം കുടിച്ചായിരുന്നു. ഇതൊരു ചേച്ചിയുടെ കടയാണ്. ഇവിടെ എല്ലാം കടകളിലും ധാരാളം ഉണ്ട്. ഇഷ്ടംപോലെ കടകളാണ്. നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ സാധിക്കും. ഓക്കെ, എല്ലാവരും നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കി എല്ലാവരും ഇങ്ങനെ വരച്ച് ഈ കള്ളങ്ങനെ കുടിച്ചിട്ട് നടക്കുവാണോ ഒന്നായിരിക്കും. എന്നുവെച്ചാൽ അമ്പലമല്ലേ, അസഭ്യം അഭാഷ്യം ആഗ്രഹിക്കുന്നുണ്ട്. ആവേശം വരാനാണെങ്കിൽ ഓൾറെഡി ആണെങ്കിൽ വന്നിട്ട് നിങ്ങൾ കാണിക്കാം. അത് നോക്കായിരിക്കും നോക്കുന്നതിനെ. അപ്പോഴാണ് ഇത് സ്ട്രീമാണ്. പാനിപൂരി ഒരുപാട് വളർന്നു. ഞാൻ അന്ന് തന്നെ 23 വയസ്സ് വന്ന സമയത്താണെങ്കിലും ഒരുപാട് ഇത്ര വളർച്ച നിന്നില്ല. ഇതാണിപ്പം ഇത് ഇപ്പം ഒറീസക്കാരാണ് തോന്നുന്നു. ഓൾറെഡി അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണെങ്കിലും ഒറീസക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നേരത്തെ അതൊന്നും പറഞ്ഞാണെങ്കിൽ ഈ പൊട്ട് വള ചാൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരുന്നു കുറച്ച്. അന്ന് ബോട്ട് വഴി ഇറങ്ങിയിട്ടായിരുന്നു. പക്ഷേ ഇതുവഴിയാണെങ്കിൽ നമ്മുടെ അളിയൻ്റെ കാറിൽ നിന്നാണെങ്കിൽ വന്നതാണ്. ഓക്കെ,
അങ്ങനെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. അടുത്ത ഡെസ്റ്റിനേഷൻ മണർകാടായിരുന്നു. ടോയ്ലറ്റ് തപ്പി തപ്പി വന്നേ. അപ്പോഴാണെങ്കിൽ ഒരു ഗ്രൗണ്ട് കണ്ടു. ഇത് കാർ പാർക്കിങ്ങിന് വേണ്ടിയായിരിക്കാം. നന്നായിട്ടുണ്ട് അല്ലേ? വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്നത് അല്ലേ? ഇവിടേക്ക് ഇഷ്ടം പോലെ സ്ഥലമാണ്. പിന്നെ എവിടെ കണ്ടെന്നറിയാമോ? എന്തായാലും ആ വഴിക്കൂടെ നമുക്ക് നിൽക്കാം.
എന്തായാലും ചുറ്റിനും കുറേ വീടുകളാണ്. നമ്മുടെ നാട്ടിലാണെങ്കില്ല, എൻ്റെ നാട് കൊല്ലമാണ്. അവിടേക്കാണെങ്കിൽ അത്ര വലിയ പ്രശ്നമല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും തൊഴിലില്ലാന്നെങ്കിൽ തന്നെ വലിയ അവിടെ നിന്നിട്ടാണെങ്കിൽ നമുക്ക് ഈ ചെയ്യാനൊക്കെ ശ്രമിക്കാണ്. പക്ഷേ ഇതാണെങ്കിൽ സാധ്യമല്ല, വലിയ പാടിയാണ്. എന്തായാലും സാഹിത്യം നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. വലിയ വാഗ്രതയും അന്നവും നൽകുന്നല്ലോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തേടി പിടിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കാണാനുള്ള കാഴ്ച. ഞാനും ആദ്യമായിട്ടാണ് എത്തിയത്. എൻ്റെ ഒറ്റയ്ക്കാണെങ്കിലും ഈ മാധവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പണ്ട് കുഞ്ഞിലോട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മാധവ് എന്നിട്ടെന്താ മണർക്കാട് പോകണം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യം പക്ഷേ ഈ സമയം എനിക്ക് വയ്യാത്ത അവസ്ഥയായി. എന്തായാലും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നല്ലൊരു കറക്റ്റല്ല വീട് കുറച്ച് നമ്മളത് പറഞ്ഞുണ്ടാക്കി. അങ്ങനെയല്ല ആ സിനിമയിൽ പറയുന്നതെങ്കിൽ തന്നെയും അതങ്ങനെ ശീലിച്ചത്. അപ്പോൾ നമ്മൾ എത്താൻ പോകുന്നു. ഇച്ചിരി ദൂരമുണ്ട്, പക്ഷേ എനിക്കില്ല നടക്കാൻ നേരത്തുണ്ടേ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നടന്നൊക്കെ പോകണം. പക്ഷേ ഇത്രയെങ്കിലും ആയല്ലോ. നേരത്തെ ആണെങ്കിൽ ഒട്ടും വയ്യാതിരിക്കുകയാണ്. എനിക്ക് തന്നെയാണെങ്കിലും ഓൾറെഡി നമ്മുടെ ലാപ്ടോപ്പിലാണെങ്കിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഗെയിം പ്ലേ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടായിരുന്നു യൂട്യൂബിൽ സഹിതമാണെങ്കിൽ ഗെയിം പ്ലേ ആയിരിക്കുന്നത്. എന്നുവെച്ചാൽ എണ്ണിച്ച് വ്ളോഗ് ചെയ്യണമെന്ന് പറ്റുന്ന കാര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ജീവിതത്തിൽ 23 വയസ്സിൽ ആഗ്രഹമായിരുന്നു എനിക്കാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് വേണം. പക്ഷേങ്കിൽ അത് സാധിച്ചത് ഈ 30 വയസ്സിൽ. എനിക്ക് 30 വയസ്സായി കേട്ടോ, അട്ടം പറയണ്ട. പ്രായത്തിലേക്ക് എന്താ എത്തിക്കുന്നല്ലേ? പ്രായമൊന്നുമല്ല. പ്രായം വേറും അക്കല്ലേ അല്ലേ? മാനസിക പ്രായമാണ് പ്രായം. എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ തന്നെ സഹിതമാണെങ്കിലും ഞാനാണെങ്കിലും മാക്സിമം ഉണ്ടായി 3D ആനിമേറ്ററായിട്ടായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ കാക്കനാട് സെക്യൂരിറ്റി ക്വഷൻ എന്നുള്ള കമ്പനിയിലായിരുന്നു. അപ്പോഴാണെങ്കിൽ അവിടെ വന്ന സമയത്താണെങ്കിൽ കൊറോണ വന്നു. ആ സമയത്താണെങ്കിൽ എന്താ അപ്പോൾ കുറച്ച് നാളത്തെ ക്ലയൻസ് കുറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നവരെയായി. ആ സമയത്താണെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിൽ വരുമാനം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് സിസ്റ്റം എല്ലാം കൊണ്ടുവന്ന കമ്പനിയിൽ നിന്ന് വീട്ടിൽ നിന്നായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴും അയക്കുന്നുണ്ട്, ചെറിയ അയപ്പുണ്ട്. എന്നിട്ടാണെങ്കിൽ പിന്നെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് കോണിരക്കൻ്റെ കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മച്ചാനുണ്ട്, മനു മച്ചൻ, നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അവനാണെങ്കിൽ അവിടെ ചെയ്തിരുന്നത്. ആ മുനീറക്കാട്ട് പരിചയമുണ്ട്. അവൻ എന്നോട് പറഞ്ഞു ഇതുപോലെ ഫ്രീലാൻസ് ആണെങ്കിൽ മായയിൽ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇക്കാനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വയ്യ. അപ്പോഴും എനിക്കൊരു ആദ്യത്തെ ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആക്സിഡൻറ്റ് മാത്രമേ ഉള്ളൂ. അത് കാര്യമെന്ന് വെച്ചാൽ അപ്പം കാലിൻ്റെ വലത്തെ സൈഡ് ഹിപ്പ് ആണെങ്കിൽ കഴിപ്പ് ഇവിടെ തെറ്റി മേളിക്കട്ടെ. പക്ഷേങ്കിൽ റിക്കവറായി ഒരുമാതിരി നടക്കാറൊക്കെ പിന്നെയാണ് ഇത് സംഭവിച്ചത്. അതിലും പഠിച്ചില്ല. പിന്നെ ആണെങ്കിൽ രണ്ടാമത് പോയി പഠിച്ചേ പറ്റുമെന്നല്ലേ? ഇനിയെങ്കിലും പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പറ്റി. ഇപ്പം രണ്ടാമത് പറ്റി. ഞാൻ ആണെങ്കിൽ വൈറ്റിലാണെങ്കിൽ ഒരു കമ്പനിയിൽ ജോബ് കിട്ടി. അതിനുവേണ്ടി ആനിമേഷൻ കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ആണെങ്കിൽ നല്ലൊരു സാലറി പാക്കേജൊക്കെ ആയിട്ട് ശമ്പളമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടി. അവിടെ ഓഫറിലിട്ട് കയ്യിൽ കിട്ടി. അപ്പോഴെങ്കിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ വഴിക്ക് ആണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയായിരുന്നു. വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. വെച്ചാൽ വലിയ സ്പീഡിലായിരുന്നു. കാര്യം വെച്ചാൽ എന്താ ഒരു വെറ്റ് റോഡായിരുന്നു. കനാൽ റോഡ് വഴി അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്. അപ്പോഴാണെങ്കിൽ ആ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മളതിന് വന്ന വഴിക്ക് റോഡ് ക്രാക്കായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ചെറിയൊരു ഊട് വഴി കൂടെ വന്നു. ആ സമയത്ത് അതുവഴി സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, ചല്ലെന്നാണ് നീങ്ങിയായിരിക്കും. പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അപ്പോഴേ റോഡ് സൈഡിൽ പോയി വീണു. തെറച്ചു പോയി വീണ് പോലും അറിയില്ല എനിക്ക്. അത് നാട്ടുകാർ എല്ലാവരും പറഞ്ഞിട്ട് അറിയാൻ. എന്നാൽ എനിക്ക് 1 മാസത്തെ കാര്യം ഓർമ്മയില്ല. അപ്പോഴാണെങ്കിൽ എന്താ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്താണെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ എടുക്കില്ല. കാരണം വെച്ചാൽ ഇച്ചിരി സീരിയസ് ആണ്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരം കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അടുത്ത് നമ്മൾ 16 പേരുണ്ടായിരുന്നു. അതിനകത്ത് 15 പേര് മരിച്ചു. പിന്നെ ഞാൻ മാത്രം. എനിക്ക് പ്രായം കൂടാണ്ട് എന്നെ മാത്രം നോക്കി. എന്നിട്ട് ഞാൻ എന്തൊരു രക്ഷപ്പെട്ടു. ഞാനെങ്കിൽ 1 വർഷം കോമയായി കിടന്നു. അതിനകത്ത് 1 വർഷത്തിൽ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ കാര്യങ്ങൾക്ക് ഓർമ്മ വന്നു.
ഒരുമാതിരി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ എനിക്കറിയാം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ പെല്ലെ ആണെങ്കിൽ കാര്യങ്ങളിൽ ഓർമ്മ. ഇവിടെയും കടകൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ കാട്ടിൽ നിന്ന് കാട്ടിലെ പോലെ തന്നെ അമ്പലത്തിൽ പോലും അവിടെ തന്നെയാണെങ്കിൽ പോലെ ഇവിടെയും കടകളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒരുപാട് കാഴ്ചകളുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ എല്ലാം അങ്ങോട്ടേക്ക് നീങ്ങാം. അളിയൻ എന്നാണ് വിളിക്കുന്നത്. അമ്മയൊന്ന് വിളിച്ചായിരുന്നു, അളിയൻ വിളിച്ചായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ. അപ്പോഴേ ഒന്നാമത്തെ കാര്യം എനിക്ക് വയ്യ. കാരണം അപ്പോഴാണെങ്കിൽ എവിടെ പോയി ഞാൻ വന്ന് ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഇപ്പം നടക്കാറായെങ്കിൽ തന്നെയും ഒരിപ്പോഴാണ് ഒരുമാതിരി. ഞാൻ ഇന്ന് നടക്കുന്നതല്ല കേട്ടോ. എല്ലാം നടക്കാൻ എനിക്കൊരു സ്റ്റിക്ക് കൈവശപ്പെടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവഴി വന്നതല്ലേ. വന്ന വഴിക്ക് എന്തായാലും എനിക്ക് അടുത്ത് വന്ന വഴി തന്നെ പോകാം. ഇതുവഴി വേണമെങ്കിൽ നമുക്കാണെങ്കിൽ കട്ട് ചെയ്ത് കയറാൻ പറ്റും. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് വന്ന വഴി തന്നെയാണെങ്കിൽ പോവാം. പിന്നെ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ, ദൂരമല്ലേ. അമ്മ വിളിച്ചു എവിടെയാണ് എന്ന് തിരിച്ചിട്ട് എനിക്ക് വയ്യാലോ. അപ്പോൾ അളിയനെ വിളിച്ചു. അളിയനെ തിരിച്ച് വിളിക്കാനായിട്ട് തുടങ്ങിയ സമയത്താണെങ്കിൽ അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു. എന്തായാലും നമുക്ക് വന്ന വഴി തന്നെ പോകാം. പിന്നെ ആണെങ്കിൽ എന്താ ഇപ്പോഴേ ഓൺലൈൻ വരാൻ പറ്റില്ല. എന്തായാലും ഞാൻ എണ്ണിച്ച് കഴിഞ്ഞ് നേരായി കഴിഞ്ഞിട്ട് നമ്മൾ വരും. വന്നിട്ട് ഇങ്ങോട്ട് ഗംഭീരമായിട്ട് എടുക്കണം. പക്ഷേ കിട്ടിയ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു അളിയൻ വിളിച്ചു. ആ സമയത്ത് വന്നെയാണ്. എന്തായാലും ആ ഗെയിം പ്ലേ മാത്രമായിട്ടിരിക്കല്ലേ. സബ്സ്ക്രൈബേഴ്സ് തന്നെയാണെങ്കിൽ കുറേ വരാനുണ്ട്. എന്ന് വെച്ചാൽ മലയിൽ തന്നെയാണ്. അവർ തന്നെ ഗെയിം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കും ഒരുപാട് പേര്. സത്യത്തിൽ നല്ല ആൾക്കാർ ഒരുപാട് കാണുന്നില്ല. ഇവിടെ എല്ലാം വണ്ടി തന്നെ. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഈ നടക്കുന്ന സമയത്ത് അപ്പടി ഓടിക്കുന്ന ആഗ്രഹം. അയ്യോ ഇവന് വയ്യാന്നുണ്ടെങ്കിൽ ഇനി വീട്ടിലെങ്ങനെ ഇരുന്നാൽ പറയാം. അവിടെയും കുറ്റം പറഞ്ഞ കാര്യമല്ല. ആരും നിർത്തിക്കൊക്കെ പറ്റുന്നില്ലേ. എന്നെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. ഇപ്പോഴും കണ്ണ് ഡുവൽ സൈറ്റ് ആണ് എങ്കിലും ഒരുമാതിരി ഓക്കെയാണ്. എന്നുവെച്ചിപ്പോൾ 2 വർഷം കഴിഞ്ഞ് 2.5 വർഷമാറായി. എന്തായാലും ഇത് നല്ലൊരു പാഠം തന്നെയാണ്. ഈ പഠിച്ചില്ലെങ്കിൽ അവൻ പഠിക്കത്തില്ലെന്ന്. പാഠങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ പഠിച്ചു. അതൊക്കെ ജീവിതമല്ലേ, എല്ലാം ആസ്വദിക്കണ്ടേ. ഫൈൻ. അപ്പോൾ എന്തായാലും ഇതുവഴി വന്നു. നേരത്തെ ഇതുവഴി വന്നു കേട്ടോ. ഞാനും വിചാരിച്ചു റോഡിൻ്റെ സൈഡിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് ഈ ചെയ്താലോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും വീട്. നമ്മുടെ കൊല്ലത്തൊക്കെ ആണെങ്കിലേ അത്രയും വീടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സ്ഥലം വിജയിക്കാൻ വേണ്ടി കേട്ടത്. എൻ്റെ കൊല്ലമാണ് മറ്റേ ജില്ല, പുള്ളിലാണ് സ്ഥലം. കറൂരാണ് നാട്. അത് കറൂർ എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ നിന്നൊരു പ്രശ്നമല്ല. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ. എന്തായാലും കൊള്ളാം. ഇവിടെ ഇഷ്ടംപോലെ വീടുകളാണ് കേട്ടോ. എന്തായാലും നമ്മൾ വന്ന വഴി വന്നു. ഇതുവഴി തന്നെ പോകാം. അന്ന് ഇതുവഴി തന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അത് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ടിൽ അവരുടെ അടുത്ത് അതിൽ അടുത്തെത്തായിരുന്നു. എങ്കിൽ തന്നെയും നമുക്ക് ഇതുവഴി തന്നെ പോകാം. എന്തായാലും ഇത്രയും നടക്കാൻ സാധിച്ചില്ല. അതിന് വലിയ കാര്യം, വലിയ അത്ഭുതമായിപ്പോയി. ഗണപതി അമ്പലത്തിൽ തന്നെ പോയിട്ടാണെങ്കിൽ ആദ്യം കാല് കുത്തിയ സമയത്താണെങ്കിൽ നടക്കാൻ സാധിച്ചു. ഇന്നലെ വരെയാണെങ്കിൽ നടക്കാൻ വയ്യ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇതൊരു മിറാക്കിളാണ്. സ്വപ്നം എന്നല്ലല്ലോ പറയാം, മാജിക്, യാഥാർത്ഥ്യമല്ല, മിറാക്കിൾ. എന്ത് മലയാളം പറയാം. എന്തോ ആയിക്കോട്ടെ, എന്നൊരു മനസ്സിലായിക്കോണല്ലോ അല്ലേ. മാർക്ക് നല്ല തിരിഞ്ഞാട്ടോ. ഏറ്റവും കറക്റ്റ് വന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കഥകളൊക്കെ ഒരുപാട് പറയണം, ഒരുപാട്.
ജീവിതത്തിൽ തന്നെ ആണെങ്കിലും സംഗീത എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. എനിക്ക് ഭയങ്കര നെഗറ്റീവായിരുന്നു. ഞാൻ മഹാദേവൻ, ഞാൻ ചേട്ടയാണ് വിളിക്കുന്നത് കേട്ടോ. ചേട്ടാ അടുത്ത് പറഞ്ഞു, എന്നാലും നമുക്കിത് കഴിഞ്ഞ് പറയാം, എന്തായിരിക്കും നല്ലത്. എല്ലാവരും നോക്കണമല്ലോ അല്ലേ? നോക്കട്ടെ. കണ്ണിന് എന്താണോ ആകാംക്ഷ അതിനെ കാണിക്കുക. ദാറ്റ്സ് ഫൈൻ. അപ്പോഴാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോഴാണെങ്കിൽ ആൾക്കാർക്കില്ല എന്നുവെച്ചാൽ മറ്റേ ആൾക്കാരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, ആ സമയത്ത് വേണ്ടി കേൾക്കൂലെന്ന് വെച്ചില്ല. അപ്പോൾ എന്തായാലും അതിപ്പോൾ ആ സമയത്ത് തന്നെ പറയാൻ പറ്റില്ല, ഇങ്ങനെ നോക്കി. അപ്പോഴേ സംഗീത എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. എന്നെക്കാൾ ഒരു വയസ്സിന് നടത്തും തന്നെയാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റേ പ്രായത്തിലൊന്നുമല്ല കാര്യം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഒരക്കം മാത്രം. അപ്പോഴേ സംഗീത എന്നെക്കാൾ ഒരു വയസ്സുണ്ടപ്പോൾ 21 വയസ്സ്, ഒരു കുഞ്ഞുണ്ട്. സതീശ്വരനാണ് ഹസ്ബൻഡ്. S2 എന്നൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. എനിക്ക് ഒരുപാട് ഉപകാരമായിട്ട് തന്നതാണ്. കാരണം വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ആദ്യം അമ്മയുടെ ആണെങ്കിൽ തയ്യ ക്ലാസ് ആയിരുന്നു. അമ്മ തയ്യ ടീച്ചറാണ്. ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴെന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, ഞാനും വെറുതെ ഇരിക്കുകയാണ്. ഞാനും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് നാട്ടിൽ തന്നെ ഞാൻ കുഞ്ഞു പിള്ളേരും വലിയ ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ കൂട്ടുകാരാണ്. അവിടെ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നാണെങ്കിൽ ഒരു സ്ഥലത്തോട്ട് വിളി വരും, അങ്ങോട്ടേക്ക് വരും. പിന്നെ ആയിപ്പോൾ ചെയ്തിട്ടില്ല, എങ്കിൽ ഇത്രയെങ്കിലും ആയല്ലോ അല്ലേ? അപ്പോഴെന്നാണെങ്കിലും എനിക്കാണെങ്കിൽ യൂട്യൂബ് ചെയ്യുമ്പോഴത്തേനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. ലാപ്ടോപ്പ് കൈവശമുണ്ട്. അത് ദൈവം എന്തെങ്കിലും ഒരു പിടിപൊളിയാണെന്ന് നമ്മൾ തരുമല്ലോ. ലാപ്ടോപ്പ് വന്നിൽ കൈവശമുണ്ടായിരുന്നു, ഫോൺ വശമില്ലായിരുന്നു, ഫോൺ കയ്യിലുണ്ടായിരുന്നു. EMI വെച്ചെടുത്തായിരുന്നു. അപ്പോഴാണെങ്കിൽ EMI അടവ് വാങ്ങി നിന്നു. 23,000 രൂപ എന്നായി. പിന്നെ അടയ്ക്കാതിരുന്നുകൊണ്ട് 25,000 രൂപയായി. പിന്നെ അത് പപ്പയാണെങ്കിൽ കുറേശ്ശെയായി അടച്ചു. പപ്പ ഒരു ടാപ്പിംഗാരനാണ്, പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിപ്പണിക്കാരൻ പാവം. പുള്ളിക്കാൻ തന്നെ അതിങ്ങനെ ഒരുപാട് സഹായിച്ചു. ഈ അനിമേഷൻ തന്നെ പഠിക്കാൻ പിന്നെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ സഹിതം പറഞ്ഞത്. എൻ്റെ അച്ഛനാണെങ്കിൽ എന്താ ഒരു മരം വെട്ടുകാരനാണ്. അപ്പം അച്ഛൻ്റെ കൂടെ പോയിട്ടാണെങ്കിൽ മരം വെട്ടാൻ പഠിക്കും, മരം കുത്താൻ പഠിക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലെങ്ങനെ പറയാം കേട്ടോ, മരം കുത്താൻ പഠിക്കും. നിനക്ക് മൗസ് കുത്തുന്ന കാര്യം പറ്റില്ല. പക്ഷേങ്കിൽ ഞാനാണെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചു. അപ്പോഴേതാ ഉണ്ടെന്ന് വെച്ചോ, പാറലുണ്ണി എന്ന് പറയും. നമ്മുടെ സേതു എന്നെക്കാളും ജ്യേഷ്ഠനാണ്. 24 വയസ്സുള്ളൂ. അന്ന് 24 വയസ്സെന്ന് വെച്ചാൽ അന്ന് ഞാൻ കുഞ്ഞാട്ടോ. 18 വയസ്സ്, 18, 19, 20 വയസ്സില 18-19 വയസ്സിൽ അരിനെ പോകുന്നു. അത് കഴിഞ്ഞ് ഇമേജിൽ പോകും. അരിനെ പോയിട്ട് ഗ്രാഫിക് ഡിസൈൻ എല്ലാം പഠിച്ചു. പിന്നെ ഇമേജ് പോയിട്ട് 3D മാത്രം പഠിച്ചു. ഓക്കെ. അപ്പം ഞാൻ ഉണ്ണി പറഞ്ഞു, നീ ഇപ്പം 18 ആണെങ്കിൽ ഞാൻ ഉണ്ണിയെന്ന് വിളിക്കട്ടോ. ഞാൻ ജ്യേഷ്ഠനാണെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ തെറ്റി വിളിച്ചാലും പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ്, കൂട്ടായിരുന്നു. അപ്പോൾ ഉണ്ണി പറഞ്ഞു കുഴപ്പമില്ല, ആരെന്ത് പറയട്ടെ, കാര്യം വെച്ചാൽ നീ നിൻ്റെ കാര്യം ചെയ്താൽ മതി. നാട്ടിലെങ്ങനെ നിരുത്സാഹപ്പെട്ടു എന്ന് വെച്ചാൽ പുള്ളി ബ്രില്യൻ്റ് കേട്ടോ. പുള്ളിയാണെങ്കിൽ ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പൂർത്തിയായിട്ട് കഴിഞ്ഞാൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവണമെന്ന് ആഗ്രഹം. എങ്കിൽ പുള്ളിക്കാരൻ ഓരോ പടി വരുന്നു. ഇപ്പം കോൺസ്റ്റബിളായി നിൽക്കുന്നു. പക്ഷെ ഭയങ്കര കുട്ടിയാണ്, ഭയങ്കര സ്ഥലമുണ്ട്. ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന സമയത്താണെങ്കിൽ ഞാനും നമ്മുടെ അവിടെ രാമോഹൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമോഹൻ ഞാൻ വിളിക്കാം, ഷെഞ്ചു ബാലകൃഷ്ണ പേര്. പുള്ളിക്കാരനെ കുറങ്ങാൻ നന്നായിട്ട് വിളിക്കാം എല്ലാവരും. പുള്ളി സൂപ്പറാണ്. പുള്ളിയും നീയും ഞാനും കൂടെ ആണെങ്കിൽ കോട്ട് ശരിയാക്കി ഇന്നേരം കളിക്കാൻ വന്നു. കളിയൊക്കെ തുടങ്ങിയിരിക്കുകയായിരുന്നു. സൂപ്പറായിരുന്നു നമ്മുടെ നാട്ടിൽ. എൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ രസമാണ്, എല്ലാം ഉണ്ട്. പക്ഷെ നാക്കത്തിയിട്ട് വഴിയേ നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി. ഇനി ഒരുപാട് സംസാരിക്കാൻ ഞാൻ സന്തോഷമായിരിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അളിയനും ചേച്ചിയും അമ്മയും പപ്പനും കുഞ്ഞുങ്ങളും എല്ലാം നോക്കിയിരിക്കുക. എന്നുള്ള കാര്യം എനിക്ക് വയ്യാതാനും അപ്പോൾ എവിടെ പോയി. പക്ഷെ എനിക്ക് ആവുന്നതായാലും കുഴപ്പമില്ല കേട്ടോ. എങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാം. വയ്യാലോ. ഇപ്പം അവർക്ക് അത്ഭുതമായിട്ടാണ് അത് നടക്കുന്നു. എനിക്ക് അത്ഭുതം കേട്ടോ ഭയങ്കരമായിട്ട്. എന്തായാലും നമുക്ക് പോവാം അങ്ങോട്ട്.
ഒരുമാതിരി ഇപ്പോൾ ആൾക്കാർ വലുതായിട്ട് നോട്ടം നോക്കി കേട്ടോ. നേരത്തെ ആണെങ്കിൽ പുത്തക്ക നടക്കാം, ഇപ്പോഴാണെങ്കിൽ ഒരുമാതിരി ഒക്കെ ഒരുമാതിരി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വല്ലതും പെട്ടെന്ന് നടക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ശബ്ദം പറ്റി. ഞാനെങ്കിൽ ഇന്ന് കുടിക്കാനുള്ള ഗുളികയാണെങ്കിൽ ഗുളികയെല്ലാം മേടിക്കേണ്ടതാണ്, പക്ഷേ തന്നെ ഒരുപാട് ഗുളിക. അപ്പോഴാണെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടാമിങ്ങനെ പോകുന്നത് വെച്ചാൽ ജോലിക്ക് പോകണമെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിലേക്കായിരുന്നു അങ്ങനെയുള്ള കാര്യത്തില്ല. അതുകൊണ്ട് പോകുന്നതാണ് ഞാൻ മുന്നിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ രീതിക്കാണെങ്കിൽ കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറ്റിയത്. എന്നാൽ പിന്നെ അപ്പം പോയി വയ്യ പുള്ളിക്കാൻ്റെ കത്ത കയ്യിലൊരു ഷേക്കിങ് ചെയ്തുകൊണ്ട് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വളത്തെ സൈഡിലേക്ക് ആ ഒരു വിറയിൽ മാറുമെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അപ്പം എന്തായാലും ഞാൻ ഒന്ന് എണ്ണിക്കിട്ടെ, എണ്ണിച്ച് കഴിഞ്ഞാൽ ബാക്കി യൂട്യൂബൊക്കെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. എന്നുവെച്ചാൽ ഞാനിങ്ങനെ ആൾക്കാരോടെല്ലാം കൂട്ടുകൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒറ്റയ്ക്കായിട്ട് ആരും വിളിക്കില്ല, പ്രശ്നമില്ല. 24 മണിക്കൂറും ഫോൺ കോൾ. പക്ഷേ ഈ സമയത്ത് ആരും വിളിക്കാനില്ല പറയാൻ. ഒരുമാതിരി ഞങ്ങൾ ഡൗൺ ആയിപ്പോയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അപ്പോഴാണെങ്കിൽ സംഗീതം വരെ എത്തി, പിന്നെ എടുത്ത് വന്നു. അപ്പോഴാണെങ്കിൽ ഞാൻ അതിലേക്ക് റിക്കവറായി എത്തി. പാപ്പൻ തിരക്ക് വന്നേ. അവരെല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നു. എൻ്റെ പപ്പനാണെങ്കിൽ എന്നെ വിളിക്കാൻ വന്നേ പാപ്പൻ അറിയാം. അപ്പം പണ്ടാണെങ്കിലും എൻ്റെ അപ്പൻ്റെ തോളെ പിടിച്ച് ഞാനൊരു ചേച്ചിരിവിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും സംസാരിക്കാനാകത്തുകൊണ്ട് തന്നെ ഞാനാണെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ചെയ്ത് ഇത് അറിയിച്ചാലാണ്. ഇത് ചിന്നൂസ്, എൻ്റെ പെങ്ങൾ, എന്നെക്കാളും 8 വയസ്സ് മൂത്തിയാട്ടോ. ഇത് തമ്പുരു, കാശിക്കുട്ട്. പിന്നെ ഒരാളുണ്ട് അച്ചു, നോക്കട്ടെ. ഇതാണ് അച്ചുക്കുട്ടൻ, എൻ്റെ ചേച്ചിയുടെ പുത്രൻ. അവനെ കാണിക്കാൻ മോശമല്ലേ.